അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് ഒപ്പണൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്നത് നമ്മൾ പൊസിഷൻ ഗെയിം പ്ലേ ആണ്. പക്ഷേ നമ്മൾ ലോങ് ബോൾ കൗണ്ടറിലാണ് കളിക്കുന്നത് ഗൈസ്. അപ്പം ഡിവിഷൻ 2 ഓപ്പോണൻ്റാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? ഞാൻ നല്ലോണം പൊസിഷൻ പിടിച്ച് കളിക്കും. ക്വിക്ക് കൗണ്ടറിലാണ് കളിക്കുന്നത്. ഞാൻ സ്റ്റോയ്ക്കോവിച്ചിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഈ മാനേജർ സെറ്റ് അല്ലെങ്കിൽ അടുത്ത മാനേജർ ഇട്ട് കളിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒപ്പോണൻറ്റ് സ്ക്വാഡ് 4-1-2-3 കിട്ടിയ പ്ലേസാലോ. അപ്പുറത്തും ക്വിക്ക് കൗണ്ടറാണ്. സാബി അലോൺസോ ആണ് അപ്പുറത്തെ മാനേജർ. ഓക്കെ, നമ്മൾ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സാബി അലോൺസോ വേഴ്സസ് ആരായിരുന്നു അപ്പുറത്ത്? പേരുമൊന്നുമില്ല. സ്റ്റോയ്ക്കോവിച്ച് നമ്മൾ. ഓക്കെ, കോസ്റ്റ കൊടുത്ത ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ കളിക്കുക. മെല്ലെ ബിൽഡപ്പൊക്കെ ചെയ്ത് മെല്ലെ കളിക്കത്തുള്ളൂ. ഒരു ധൃതിയില്ല കൈസ്. പൊട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കളിക്കുന്നത് ഇപ്പോൾ. Costa Corta. Nice. Neymar. Okay, Rumi. Come on, back to Rumi. എത്ര കിടിലായിട്ടാണ് അറ്റാക്ക് ഉണ്ടാക്കി. അയ്യോ ചേടാ, ഇതെന്ത് തേങ്ങ, ഒരൊറ്റ ഒരു ഇതിലടാ. എന്നാ അടിപൊളി. ഈ ഷിറ്റ് ഗെയിം എന്തിനാണെന്നറിയാം. അത് മാൾഡീനൊക്കെ നോക്കി വെക്കുന്നുണ്ടായിരുന്ന ആ പാസ് പോയപ്പോ ഭ്രാന്ത്. എന്തൊക്കെയോ ആണ് ഗൈസ് ഈ ഗെയിം. എനിക്ക് നല്ല വെറുത്ത് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. എങ്ങനെയെങ്കിൽ ഈ ഫുട്ബോൾ 25 ആയാൽ മതി എന്നുള്ള, അതായത് ഈ ഫുട്ബോൾ ടീം എന്ന് പറയുന്ന ഗെയിം ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു ഇതിലുള്ളത്. നെറ്റ് വേണം ഒന്നിത് നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഗൈസ്. ഇത് എന്ത് പ്രാന്താന്ന് പറയാം. സ്ക്രിപ്റ്റ് അടിച്ചിട്ട് തലയൊക്കെ വേദന എടുക്കുന്നു. കോസ്റ്റ കൊടുത്ത നെയ്മർ അടിപൊളി. ബെനസർ കമോൺ. റൂമി, നെയ്മർ, മാർച്ചറ്റൺ പൊളി. ഇറ്റ്സ് നെയ്മർ. അത്ര ഉള്ളൂടാ, അത്രേ ഉള്ളൂ. സ്ലോ ഡൗൺ, കീപ് കാം ആൻഡ് പ്ലേ. അതാണ് നമ്മളൊരു തത്വം ഈ ഫോർമേഷൻ ഇപ്പം കളിക്കുന്നതിൽ. ഇനി ഇതിപ്പോൾ എത്ര പേര് ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല, അത് വേറെ കാര്യം. നൈസ്. കോസ്റ്റ കൊടുത്ത ബാക്ക് ടു കുർത്ത. മാൾഡിനി, ബെൻസർ, കസമീറോ, മെസ്സി, എംബാപ്പെ. ഇല്ല, പൊസിഷൻ ഇല്ല ഗൈസ്. ബാക്കിൽ കൊടുക്കൂ. കോസ്റ്റ കൊടുത്ത അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നു. അവിടെയും സ്ലോ ആക്കാമായിരുന്നു. കുറച്ചും കൂടി സ്ലോ ഒക്കെ ആവാൻ വെറുത്തിട്ട് അൺഇൻസ്റ്റാൾ ആയിട്ട് പോകും. കാരണം നമ്മളും കുറേ വെറുക്കുന്നതാണ് ഇങ്ങനത്തെ ഓരോന്നിനെ കൊണ്ട്. ബെൻസർ, മെസ്സി, സാബി അലോൺസോ. മാനേജറും ഉണ്ട്, പ്ലെയറും ഉണ്ട്. ശരി. കസമീറോ, നൈസ് പാസ്. നൈസ്. ബെനസർ. എടാ DMF ബെനസർ ഓർക്കസ്ട്രേറ്റർ വരെ വന്ന് ഗോൾ അടിച്ചടാ ഇങ്ങനെ കളിക്കുമ്പോൾ. പക്ഷെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഈ ഒരു രീതിയിൽ കളിക്കുമ്പോൾ എല്ലാ പ്ലേസിനും യൂട്ടിലൈസ് ചെയ്യാം. അതാണ് ശരിക്കും, ഇങ്ങനെയാണ് ശരിക്കും കളിക്കേണ്ടത് ടോട്ടൽ ഫുട്ബോൾ. എംബാപ്പെ, റൂമി. ഞാൻ കളി മാറിപ്പോകുന്നുണ്ടല്ലേ, നോർമലാവുന്ന പോലെ. ബർഗോമി, നൈസ്. എംബാപ്പെ, മെസ്സി, കമോൺ എടുക്ക്, വിടല്ലേ, അത്രേ ഉള്ളൂ. കസമീറോ, പാസ് ടു മെസ്സി, ബാക്ക് ടു ബെനസർ, റൂമി, എംബാപ്പെ, റൂമി, നെയ്മർ, ബാക്ക് ആൻഡ് ടു നെയ്മർ. അവിടെ പൊളിയാലിത്. ഇങ്ങനെ കളിക്കാൻ നല്ല രസമുണ്ട്. ഒപ്പോണന്റ് നമുക്ക് നല്ല അറ്റാക്കും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ഞാൻ അറ്റാക്ക് കിട്ടൂല എന്ന് ഞാൻ നല്ല വിചാരിച്ചായിരുന്നു. ഡബിൾ ടച്ച് എംബാപ്പെ. കാര്യമില്ലല്ലടാ ഇവനെ ഡബിൾ ടച്ച് ഒന്നും. അതൊന്നും ആക്കിയമോ, ഡബിൾ ടച്ച് ഒന്നും അല്ല ആക്കിയത്. ബെക്കംബോർ കിട്ടി. അതും എൻ്റെ മണ്ടത്തരം. എംബാപ്പേ ഫിനിഷ്. അത്രേ ഉള്ളൂ. അവൻ്റെ മണ്ടത്തരം ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് റീഡ് ചെയ്തുകൊണ്ടാണ് കിട്ടിയത്. എനിക്കറിയായിരുന്നു അങ്ങോട്ടേക്ക് കൊടുക്കും ചാൻസ് ഉള്ളൂ. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ 3-1 ലീഡിലാണ്. 1-0 ഉണ്ട്. 76% പൊസിഷനടാ. 76%. യെസ് ഗൈസ്.
ബെർഗോമി. ഫസ്റ്റ് ഹാഫ് കളിച്ച ആൾ സെക്കൻഡ് ഹാഫ് കളിക്കാനല്ലോ നടന്ന് ഇത്ര ശരിയാണെന്നറിയോ. ബെനസർ, നെയ്മർ, ബെനസർ, കാസമീറോ, ബെർഗോമി. നൈസ്. കാസമീറോ എടുക്ക്. പാസിടാൻ കഴിയുന്നുണ്ട് പക്ഷെ അറ്റാക്ക് കിട്ടുന്നില്ല എനിക്ക് സെക്കൻഡ് ഹാഫിൽ. നൈസ്. മെസ്സി പൊളി, പക്ഷെ അത് പാസ്സും ഇല്ലടാ. മെസ്സി, ഫോഡൻ. പാസ് കൊടുത്തിരുന്നെങ്കിൽ തീർന്നതിന്, പക്ഷെ കൊടുത്തില്ല അവൻ. ഓക്കെ, നമ്മളെ തന്നെ വന്നിട്ടുണ്ട്. മെസ്സി, സ്പെനസർ, കമോൺ. നൈസ്. ബാക്ക് പക്ഷെ പോയി. എടുക്കടാ. പൊളി. അലിസൺ, ബെർഗോമി, മെസ്സി. ഓക്കെ, ഇറ്റ്സ് ബെർഗോമി ഗെയിൻ. പാസ് ടു മെസ്സി. കമോൺ, കാസമീറോ. അത്രേ ഉള്ളൂ. വൺ ടച്ച്. ഇല്ല, കിട്ടി ഗൈസ്. ഇറ്റ്സ് എംബാപ്പേ ആൻഡ് യെസ്. അവൻ പിടിച്ചില്ല, എന്താ അറിയില്ല, ഭാഗ്യം ഉണ്ടായിരുന്നു ഗൈസ്. പിടിച്ചില്ല, ഭാഗ്യം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ 4-1 ലീഡിങ് ആണ് ഗൈസ്. ഇത്ര സിമ്പിൾ ഫുട്ബോൾ കളിയാണല്ലോ ഇത്. എനിക്ക് ഐഡിയ കിട്ടിയെവിടുന്നാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് റയൽ മാഡ്രിഡിൻ്റെയും ബാർസേൻ്റെയും പണ്ടത്തെ ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ശരിക്കും ഫുട്ബോൾ ഇങ്ങനെയല്ലേ കളിക്കുന്നത്. അപ്പോൾ നമ്മളെന്തിനാ വെറുതെ മറ്റേ ചടവടയെന്ന് കളിക്കുന്നതെന്നുള്ള ഒരു മൈൻഡായി. അപ്പോൾ പിന്നെ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ പോലെ കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ, പൊട്ടിയാലും കുഴപ്പമില്ല, ജയിച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡിൽ കളിക്കുന്ന. വെക്കുമ്പോൾ എടാ. നൈസ്. പാസ് ടു നടന്നില്ല. ഓവൻ, മൾഡിനി, കമോൺ. വെനസർ ലാസ്റ്റ് ചാൻസ് ആയിരിക്കൂലല്ലേ. 82 അത്ര. ഓക്കെ, നെയ്മർ, റുമി. കമോൺ. ഞാൻ കൊടുത്തതിൻ്റെ വിചാരിച്ച് ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നില്ല, എന്തിനാ ബാക്കിൽ കൊടുത്ത്. പക്ഷെ അതുകൊണ്ടെന്നാ നമ്മളെ പൊസിഷനും ഉണ്ട്, ബോൾ കൺട്രോളിങ്ങും ഉണ്ട് ഇപ്പോൾ. അയ്യോ. നൈസ്. ബെർഗോമി, കാസമീറോ, പൊളി. ഓഫ് സൈഡാ, പോസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വിറ്റ് ചെയ്തെന്നാണ് തോന്നുന്നത്. കറങ്ങുന്നുണ്ട്. എൻ്റെ നെറ്റൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ, വൈഫൈ ഓക്കെയാണ്. യെസ്, കൺസീഡ് ചെയ്തു. അപ്പം നമ്മൾ 40+. അപ്പം നല്ല ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ സെക്കൻഡ് മാച്ച് എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ എടുക്കുന്നില്ല. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അതേപോലെ ഈ സെയിം ഗെയിം പ്ലേ തന്നെ ഇനിയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഏത് ഫോർമേഷൻ കളിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. ഞാൻ കുറേ ആയിട്ട് ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റ് അടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതായത് ഞാൻ ഒരു കളി വെച്ചാൽ ഒരു കളി വിട്ടു ആ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്. അതായത് 50% വിൻ റേറ്റ്. അത് കുറച്ച് ദിവസമായി, എന്താ അറിയില്ല, മടുത്തു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നമുക്ക് ഇങ്ങനെ ഫോർമേഷനൊക്കെ ഞാൻ ഒന്ന് വേറെ ആക്കി നോക്കട്ടെ, ഇതൊക്കെ മാറുമെന്ന് നോക്കട്ടെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.